കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. 84 സങ്കീർത്തനം അതിൻ്റെ 5ഉം 6ഉം വാക്യം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ 84 സങ്കീർത്തനമാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ദൈവം എനിക്ക് തന്ന ഈ വചനത്തിൻ്റെതായ ദൂതുകൾ നിന്നുകൊണ്ട് കർത്താവിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവരുടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെതായ ബലം നമ്മുടെ ജീവിതത്തിൽ പകരുമ്പോൾ, ആ ഒരു കൃപ നമ്മുടെ ഉള്ളിൽ പകരുമ്പോൾ നാം ഭാഗ്യവാനായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതാണ് ഇവിടെ കർത്താവ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തോട് പറ, കർത്താവേ, എന്നിൽ ദൈവത്തിൻ്റെ ബലം ഒന്ന് പകരുമാറാകണമേ, എന്നെ നടത്തുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം ബലം തന്ന് നമ്മെ നടത്തുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഭാഗ്യവാനായി മാറുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ, അപ്പോൾ ബലം കർത്താവിൽ പ്രാപിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നവർക്ക് അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ, അപ്പോൾ സിയോനിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കവിഞ്ഞു ഒഴുകുന്നതായി നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ആ കവിഞ്ഞ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബലം നമ്മുടെ ഉള്ളിൽ പകരുവാൻ മാത്രം ഇടയായിത്തീരും. രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പകർന്ന് എന്നേക്കും നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് തന്നെ മുമ്പോട്ട് പോകാം. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പകരുമ്പോൾ പലവിധമായ മുമ്പ് പറഞ്ഞതുപോലെ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റുന്നു. അപ്പോൾ സിയോന്റെ അനുഗ്രഹങ്ങൾ പകരുന്നു. ഹല്ലേലൂയ. ഇവിടെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കണ്ണുനീർ. അപ്പോൾ കണ്ണുനീരിന്റെ അനുഭവം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയാൻ, എൻ്റെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവമാണ് ആ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോകുന്ന. എന്നാൽ എൻ്റെ കർത്താവ് ദൈവം ആ പ്രതികൂലങ്ങളെയും ആ പ്രതിസന്ധികളൊക്കെയും ജലാശയമാക്കി തീർച്ച അത് സിമ്പിളായി മാറ്റി കൊടുക്കുന്നത് പോലെയാണ് ഈ വചനത്തിൽ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെയും നിരാശമാക്കി മാറ്റിക്കൊണ്ട് കർത്താവ് ദൈവം നമ്മളെ അനുഗ്രഹത്തിലേക്ക് മാറ്റുവാൻ, കൈപിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ അങ്ങനെ മുൻമഴയാൽ ഒരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു ആത്മീയ അനുഗ്രഹത്തിൻ്റെ മഴ നമ്മുടെ മേൽ പകർന്നു കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമായി മാറുവാനിടയായിത്തീരും. അതിന് നമ്മൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ ബലം നമ്മൾ പ്രാപിക്കുക. അതിനൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെതായ അനുഗ്രഹം, സിയോൻ എന്നുള്ള അനുഗ്രഹം
നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. പിന്നെ പ്രതികൂലത്തിന്റെ അവസ്ഥകൾ കടന്നു വരുമ്പോൾ അത് ജലാശയമാക്കി മാറ്റി അതിനൊരു പ്രയാസത്തിൻ്റെതായ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ അത് മുൻമഴയാൽ അത് അനുഗ്രഹമാക്കി മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം വില കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ തന്ന് ക്ഷേമകരമായി നമ്മെ നടത്തുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ അടിയുറച്ച് നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവായ ദൈവം നമ്മെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ പകരും. എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി സന്തോഷമാക്കി മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മൾ ഓരോരുത്തരെയും നാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.